നമസ്തേ പ്രിയ ഛാത്രാः സർവേഷാം രുദ്ര ആർട്ട് സ്കൂൾ പ്രതി സുസ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സംസ്കൃത പഠനത്തിന്റെ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വളർന്ന് വലുതായി തളിരിട്ട് ഇപ്പോ 9ാം ക്ലാസ്സിൽ എത്തി നിൽക്കുകയാണ്. 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ഏകകം പല്ലവം. പല്ലവം എന്നാൽ തളിര് എന്നർത്ഥം. പല്ലവം പ്രതി സർവേഷാം സ്വാഗതം. പ്രഥമമേകകം പല്ലവം. ആമുഖം. നവമകക്ഷ്യാ പാഠപുസ്തകസ്യ പ്രഥമമേകകം ഭവതി ഇദം. പൂർവസ്മിൻ വർഗേ അങ്കുരിതസ്യ സംസ്കൃതപാദപസ്യ നവപല്ലവഃ അസ്മിൻ ഏകകേ വിരാജതേ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുളപ്പിച്ചെടുത്തിട്ടുള്ള സംസ്കൃത വൃക്ഷത്തിന്റെ പുതിയ തളിരിലകളാണ് നമുക്ക് ഈ ഏകകത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. പ്രകൃതി വിഷയകൗ ദ്വൗ പാഠഭാഗൗ അത്ര സമാകലിതൗ. പ്രകൃതി വിഷയകങ്ങളായിട്ടുള്ള പ്രകൃതിയെ സംബന്ധിക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്ന 2 പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ ഏകകത്തിൽ പഠിക്കാനുള്ളത്. പ്രഥമം പ്രകൃതി ചാരുതാ വർണ്ണനപരം വിശ്വസൗന്ദര്യം നാമകം ഗീതകം. സസ്യാന്യപി സുഖദുഃഖാന്യനുഭവന്തി ഇതി പ്രതിപാദ്യമാന ജീവാതുരേവ ദ്രുമഃ നാമിക കഥാച ഭവതഃ. ഒന്നാമത്തത് പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഒരു വിശ്വസൗന്ദര്യം എന്ന പേരായിട്ടുള്ള ഒരു ഗീതമാണ് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമതായി സസ്യാന്യപി സുഖദുഃഖാന്യനുഭവന്തി. സസ്യങ്ങളും നമ്മളെ പോലെ മനുഷ്യരെ പോലെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്ന് പ്രതിപാദിക്കുന്ന എന്ന് പറഞ്ഞു തരുന്ന ജീവാതുരേവ ദ്രുമഃ ഇതി കഥ. ഇത് നാമിക കഥ എന്ന പേരിലുള്ള ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതയോഹോ പാഠയോഹോ അധ്യയനേന. ഈ പാഠങ്ങൾ അധ്യയനം ചെയ്യുന്നതിലൂടെ അത് പഠിക്കുന്നതിലൂടെ വയമപി പ്രകൃത്യുപാസകാഃ സ്യാമ. നമ്മളും പ്രകൃതിയെ ഉപാസിക്കുന്നവരായി തീരും എന്നാണ് ആമുഖത്തിൽ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. പ്രഥമഃ പാഠഃ വിശ്വസൗന്ദര്യം. വിശ്വസൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം. ലോകത്തിന്റെ സൗന്ദര്യം. എങ്ങനെയാണ് ലോകത്തിന്റെ സൗന്ദര്യം എന്നുള്ളതാണ് ഈ പാഠത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ആദ്യം പാഠപ്രവേശഃ. പ്രകൃതേഃ സൗന്ദര്യം അന്യാദൃശം അതുലം അനുഭവവേദ്യം ച ഭവതി. പ്രകൃതേഃ സൗന്ദര്യം അന്യാദൃശം, മറ്റെവിടെയും കാണാൻ സാധിക്കാത്തത്, കാണാൻ കഴിയാത്തത്, അതും അതുലം, തുലനം ചെയ്യാൻ സാധിക്കാത്തത്, ഒന്നുമായി താരതമ്യപ്പെടുത്തി പറയാൻ സാധിക്കാത്തതും, അനുഭവവേദ്യം ച ഭവതി, നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതുമായിട്ടുള്ള ഒന്നാണ് എന്ത്? പ്രകൃതിയുടെ സൗന്ദര്യം. പ്രാതഃകാലസ്യ മനോഹാരിതാം അനുഭൂയ പക്ഷിണഃ തഥാ രാത്രേഃ നിശബ്ദതായാഃ സുഖാനുഭവേന നിശാഗീതകാഃ ച യാവത് ശക്യം ഗായന്തി. എന്താണ് പ്രകൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? പ്രാതഃകാലസ്യ മനോഹാരിതാം അനുഭൂയ പക്ഷിണഃ. രാവിലത്തെ പ്രാതഃകാലം, രാവിലെയുള്ള മനോഹാരിത, ആ പ്രഭാതത്തിലുള്ള പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട്, അത് അനുഭവിച്ചുകൊണ്ട് പക്ഷികളും, അതുപോലെ തന്നെ തഥാ രാത്രേഃ നിശബ്ദതായാഃ സുഖാനുഭവേന, രാത്രിയുടെ നിശബ്ദതയുടെ സുഖാനുഭവത്തിലൂടെ നിശാഗീതകാഃ രാപ്പാടികളും യാവത് ശക്യം ഗായന്തി, കഴിയുന്നത് പോലെ അവർക്ക് കഴിയുന്നതിന്റെ പരമാവധി അവര് പാടിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതേഃ സൗന്ദര്യേണ ആകൃഷ്ടാഃ വയമപി ബഹുനാ പ്രകാരേണ ഗായാമഃ. പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ടുള്ള നമ്മളും ബഹുനാ പ്രകാരേണ ഗായാമഃ, നമുക്കും പലതരത്തിലും പാട്ട് പാടാം. താദൃശമേകം ഗീതം അത്ര പഠാമഹ. അത്തരത്തിലുള്ള ഒരു ഗീതമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആ പാഠത്തിലേക്കുള്ള ആമുഖം. അധ്യയന വർഷാരംഭേ പ്രഥമമേവ ആഗച്ഛതി വിശ്വപര്യാവരണ ദിനം. നിങ്ങൾ എല്ലാവരും സ്കൂള് തുറന്ന് അടുത്ത ദിവസം നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലെ? പരിസ്ഥിതി ദിനം. എന്താ വിശ്വപര്യാവരണ ദിനം എന്ന് പറഞ്ഞാൽ? പരിസ്ഥിതി ദിനാണ്. സന്ദർഭേ അസ്മിൻ പ്രതിവർഷം നൂതനാശയാൻ സ്വീകൃത്യൈവ ദിനാചരണം പ്രചലതി.
ഈ സന്ദർഭത്തില് ഓരോ ദിനാചരണങ്ങളും പുതിയ പുതിയ ആശയങ്ങളിലൂടെ അത് ദിനാചരണങ്ങൾ ഭംഗിയാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അസ്യ ദിനാചരണസ്യ ഉദ്ദേശ്യം കിം? ഈ പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്താണ്? പരിസ്ഥിതിയെ നമ്മൾ കൂടുതൽ അറിയുക, അതിനെ സംരക്ഷിക്കുക എന്നൊക്കെയുള്ളതാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിന്റെ ഉദ്ദേശ്യം. ദിനമിതം അസ്മാൻ കിം ഉദ്ബോധയതി? ഈ ദിവസം നമ്മളെ എന്താണ് പറഞ്ഞു തരുന്നത്? നമുക്ക് എന്താണ് പറഞ്ഞത്? ഇത് ആചരിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അസ്മാൻ പരിതഃ കേ പ്രകൃതി വിഭവാഹ സന്തി? നമ്മുടെ ചുറ്റും എന്തൊക്കെ പ്രകൃതി വിഭവങ്ങളാണുള്ളത്? തേഷാം ഉപഭോക്താരഹ കേ? അതിന്റെ ഉപഭോക്താക്കൾ ആരൊക്കെയാണ്? അത് അനുഭവിക്കുന്നവരാരൊക്കെയാണ്? തേഷാം സംരക്ഷണം കിമർത്ഥം കരണീയം? അതിന്റെ സംരക്ഷണം, ഈ പ്രകൃതിയെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം? ഇതെല്ലാം നമുക്ക് ഈ ഗീതത്തിലൂടെ നമുക്കൊന്ന് കാണാം. വിശാല സുന്ദര വിശ്വം പശ്യതു നയനാനന്ദകരം സർവചരാചര നിവാസമതുലം മദീയനാകമിമം വഹന്തി നദ്യസ്ഥിഷ്ടന്യസ്മിൻ മഹാചലാ ബഹവ അരണ്യകേദാരോപവനാനി സുഖപ്രദാനി തഥാ കൂപതടാകലതാതരുവൃന്ദാന്യത്ര വിരാജന്തെ പ്രവാതി പവനഃ സുമഗന്ധവഹോ വിഭാതി ഖദ്യോതഃ വർഷന്ത്യസ്മിൻ കാലേ കാലേ നവാംബുഭിർമേഘാഃ പുഷ്പഫലാഢ്യാർത്തവഃ കാലേ പ്രത്യായാന്തി മുദാ അസ്മാൻ പരിതഃ പ്രവർദ്ധമാനാ സുസ്ഥിതിരേവം സ്യാത് വയം തു തേഷാം പാലന വിഷയേ സന്നദ്ധാ സ്യാമः. വയം തു തേഷാം പാലന വിഷയേ സന്നദ്ധാ സ്യാമः. വിശാല സുന്ദര വിശ്വം പശ്യതു നയനാനന്ദകരം. വിശാല സുന്ദര വിശ്വം പശ്യതു നയനാനന്ദകരം. നയനാനന്ദകരം വിശാല സുന്ദര വിശ്വം പശ്യതു. വിശാലം ച തത് സുന്ദരം ച വിശാല സുന്ദരം. താദൃശം വിശ്വം, വിശാല സുന്ദരമായിട്ടുള്ള, വിശാലമായി കിടക്കുന്നതും സുന്ദരമായി കിടക്കുന്നതുമായിട്ടുള്ള ഈ വിശ്വം, ഈ ലോകത്തെ കാണൂ. എങ്ങനെയുള്ളതാ അത്? നയനാനന്ദകരം, നയനയോഹോ ആനന്ദകരം, നയനാനന്ദകരം. എന്താണ്? കണ്ണുകൾക്ക് വളരെയധികം ആനന്ദത്തെ തരുന്നതാണ്. അങ്ങനെയുള്ള വിശാലമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഈ ലോകത്തെ കാണൂ. സർവചരാചര നിവാസമതുലം മദീയനാകമിമം. ഇമം മദീയനാകം ഭവതി. സർവചരാചര നിവാസം, ചരാണാം അചരാണാം തേഷാം സമാഹാരഃ ചരാചരം. സർവം ച തത് ചരാചരം സർവചരാചരം. തേഷാം നിവാസം സർവചരാചര നിവാസം. എല്ലാ ജീവജാലങ്ങളും, പക്ഷിമൃഗാദികളും അല്ലെങ്കിൽ വൃക്ഷലതാദികളും അങ്ങനെ ചരിക്കുന്നതും ചരിക്കാത്തതുമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് എന്ത്? ഈ വിശ്വം. അങ്ങനെ അവയെല്ലാം താമസിക്കുന്ന ഒന്നാണ് ഈ ലോകം. അതുലം, തുലനം ചെയ്യാൻ സാധിക്കാത്തത്, മറ്റൊന്നുമായിട്ട് നമുക്ക് തുലനം ചെയ്ത് നോക്കാനായിട്ട് സാധിക്കാത്തതും. മദീയനാകം, എൻ്റെ നാഗം. നാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം എന്നാണ് അർത്ഥം. നാഗമിമം,
എൻ്റെ സ്വർഗമാണിത്. എങ്ങനെയുള്ളതാ എൻ്റെ സ്വർഗം? വളരെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നതും വിശാലവും സുന്ദരവും എല്ലാ ജീവജാലങ്ങളും താമസിക്കുന്നതും തുലനം ചെയ്യാൻ സാധിക്കാത്തതുമായ ഈ വിശ്വം, എൻ്റെ സ്വർഗമായിട്ടുള്ള ഈ വിശ്വത്തെ കാണൂ. അതാണ് ആദ്യത്തെ 4 വരിയുടെ അർത്ഥം. അടുത്തത് നോക്കൂ, എന്തൊക്കെയാണ് ഈ ലോകത്തിലുള്ളത്? വഹന്തി നദ്യസ്തിഷ്ഠന്ത്യസ്മിൻ മഹാചലാ ബഹവ അരണ്യകേദാരോപവനാനി സുഖപ്രദാനി തഥാ. വഹന്തി നദ്യസ്തിഷ്ഠന്ത്യസ്മിൻ മഹാചലാ ബഹവ. എന്തൊക്കെയാണ് ഈ പ്രകൃതിയിലുള്ളത്, ഈ ലോകത്തിലുള്ളത്? നദ്യഃ വഹന്തി, നദികള് ഒഴുകുന്നു. മഹാജലാഹ ബഹവഃ മഹാജലാഹ തിഷ്ഠന്തി, ഈ ലോകത്തില് ധാരാളം മഹാജലാഹ പർവ്വതങ്ങള് നിൽക്കുന്നുണ്ട്. നമുക്കറിയാലോ, ധാരാളം നദികൾ ഒഴുകുന്നുണ്ട്, അതുപോലെ ധാരാളം പർവ്വതങ്ങളുണ്ട്. ഈ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അതിന് ചലിക്കാൻ സാധിക്കില്ല, അത് ഒരു സ്ഥലത്ത് നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അചലഹ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മഹാൻ ച അസൗ മഹാന്തഃ ച അമി അചലാഹ മഹാചലാഹ എന്നാണ് പറയാ. അങ്ങനെയുള്ള പർവ്വതങ്ങള് നമുക്ക് ധാരാളം ഈ ലോകത്തിൽ കാണാൻ സാധിക്കും. പിന്നെന്താണ് കാണാൻ സാധിക്കുക? അരണ്യകേദാരോപവനാനി സുഖപ്രദാനി തഥാ. അരണ്യങ്ങള്, അരണ്യം എന്ന് പറഞ്ഞാൽ എന്താ? കാടുകള് അല്ലെ? പ്രകൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമുക്ക് കാട് എന്ന് പറയാവുന്നത്. അതുപോലെ കേദാരങ്ങള്, വയലുകള്, ഉപവനങ്ങള്, അവയെല്ലാം നമുക്ക് എന്ത് തരുന്നു? സുഖത്തെ പ്രദാനം ചെയ്യുന്നു. അങ്ങനെ നമ്മള് നയനാനന്ദകരമായിട്ടുള്ള ഈ ലോകത്തെ കണ്ടു. ആ ലോകത്തില് എല്ലാ ചരാചരങ്ങളും അവിടെ വസിക്കുന്നത് കണ്ടു. ആ ലോകത്തില് എന്തൊക്കെയുണ്ട്? നദികൾ ഒഴുകുന്നു, പർവ്വതങ്ങള് അവിടെ നിലനിൽക്കുന്നു, അതുപോലെ കാടുകൾ, വയലുകൾ എല്ലാം നമുക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. കൂപതടാകലതാതരുവൃന്ദാന്യത്ര വിരാജന്തേ. അവിടെ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? കൂപം. കൂപം എന്ന് പറഞ്ഞാൽ എന്താ? കിണറ്, തടാകം. ലത, ലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളികള്. ലത, തരു, തരു എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങള്. ഇവയെല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവയെല്ലാം അവിടെ ആ പ്രകൃതിയിൽ ശോഭിക്കുന്നുണ്ട്. പ്രവാദിപവന സുമഗന്ധവഹോ വിഭാതി ഖദ്യോത. സുമഗന്ധവഹ പവനഃ പ്രവാദി. സുമഗന്ധവഹ, സുമം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സുമം പൂവാണ് അല്ലെ? സുമാനാം ഗന്ധഃ സുമഗന്ധഃ. പൂക്കളുടെ ഗന്ധം, പൂക്കളുടെ വളരെ മനോഹരമായിട്ടുള്ള സുഗന്ധം അത് ഒപ്പിയെടുത്തുകൊണ്ട്, അതിനെ വഹിച്ചുകൊണ്ട് ആര്? പവനഃ, കാറ്റ്, പ്രവാദി, വീശുന്നു. സുമഗന്ധവഹ പവനഃ പ്രവാദി. പൂക്കളുടെ ഗന്ധം വഹിച്ചുകൊണ്ടുള്ള പവനൻ വീശുന്നു. വിഭാതി ഖദ്യോത. ഖദ്യോതഃ, അത് നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഖം ദ്യോതയതി ഇതി ഖദ്യോതഃ. ആകാശത്തെ ദ്യോതിപ്പിക്കുന്നത്, സൂര്യൻ എന്നാണ് ഇവിടെ അർത്ഥം പറയുന്നത്. സൂര്യൻ അവിടെ ശോഭിക്കുന്നു. അപ്പോ എന്താണ് അവിടെ പ്രകൃതിയിലെ ദൃശ്യങ്ങള്? കൂപം, തടാകം, ലത, തരു, ഇവയെല്ലാം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് സുമഗന്ധവഹനായിട്ടുള്ള പൂക്കളുടെ ഗന്ധം വഹിച്ചുകൊണ്ടുള്ള ആ കാറ്റ് വീശുന്നു. അതേപോലെ ആ സമയത്ത് തന്നെ സൂര്യൻ
എന്ത് ചെയ്യുന്നു? സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ ശോഭിക്കുന്നു എന്നാണ് പറയുന്നത്. വർഷന്ത്യസ്മിൻ കാലേ കാലേ നവാംബുഭിർമേഘാ പുഷ്പഫലാഢ്യാർതവഃ കാലേ പ്രത്യായാന്തി മുദാ. കാലേ കാലേ നവാംബുഭിഹി മേഘാഹ വർഷന്തി. മേഘങ്ങള് കാലങ്ങളില്, അതാത് കാലങ്ങളില് നവാംബുഭിഹി വർഷന്തി, പുതിയ പുതിയ വെള്ളത്തുള്ളികൾ വർഷിക്കുന്നു. പുഷ്പഫലാഢ്യാർതവഃ കാലേ പ്രത്യായാന്തി മുദാ. പുഷ്പങ്ങളോടും ഫലങ്ങളോടും കൂടി ശോഭിക്കുന്നതായിട്ടുള്ള ഋതുക്കള് കാലങ്ങളിൽ തിരിച്ചു വരുന്നു, സന്തോഷത്തോടു കൂടെ തിരിച്ചു വരുന്നു. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല പോലെ മഴ പെയ്യേണ്ടുന്ന കാലത്ത് വേണ്ടത്ര മഴ നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ വേനൽക്കാലാണെങ്കിൽ വളരെയധികം കൂടുതലായി നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വേണ്ട വിധത്തിൽ പ്രകൃതി സംരക്ഷണം നടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. അതൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നത്തെ അവസ്ഥ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അതിനെ സംരക്ഷിക്കാൻ നമ്മൾ എല്ലാവരും സന്നദ്ധരാവണം എന്നാണ് ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത്. അടുത്ത ഭാഗം നോക്കാം. അസ്മാൻ പരിത പ്രവർദ്ധമാന സുസ്ഥിതിരേവം സ്യാത് വയം തു തേഷാം പാലന വിഷയേ സന്നദ്ധാസ്യാമം. അസ്മാൻ പരിത, നമ്മുടെ ചുറ്റുമുള്ള ഇത്രയും ഭംഗിയോട് കൂടിയിട്ടുള്ള ഈ വിശ്വത്തെ, നമുക്ക് സന്തോഷപ്രദമായിട്ട് ഉള്ള നിമിഷങ്ങൾ തരുന്ന ഈ വിശ്വത്തെ, ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കാൻ, ഈ സുസ്ഥിതി ഇപ്രകാരത്തിൽ തന്നെ നിലനിർത്താനായിട്ട് നമ്മൾ എന്നും സന്നദ്ധരായിരിക്കണം എന്നതാണ് ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത്. ഒരു തവണ കൂടെ ഒരു ആശയം ചുരുക്കി പറയാം. ഈ വിശാല സുന്ദരമായിട്ടുള്ള, വളരെയധികം വിശാലവും സുന്ദരവുമായിട്ടുള്ള ഈ ലോകത്തെ, കണ്ണിന് ആനന്ദം നൽകുന്ന ഈ ലോകത്തെ ഒന്ന് കാണൂ. ഇവിടെ എന്തൊക്കെയുണ്ട്? സർവചരാചരങ്ങളുടെ നിവാസ സ്ഥാനമാണിത്. അതിന് തുലനം ചെയ്യാൻ സാധിക്കാത്തതാണ്. അങ്ങനെയുള്ള എൻ്റെ ഈ സ്വർഗത്തെ കാണൂ. ഇവിടെ എന്തുണ്ട്? നദികൾ ഒഴുകുന്നു, അതേപോലെ വലിയ പർവ്വതങ്ങള്, ധാരാളം പർവ്വതങ്ങൾ അവിടെ നിൽക്കുന്നു, അരണ്യങ്ങള്, കേദാരങ്ങള്, ഉപവനങ്ങള്, ഇവയെല്ലാം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂപം, തടാകം, ലത, തരു, ഇവയെല്ലാം അവിടെ ശോഭിക്കുന്നുണ്ട്. അതുപോലെ പൂക്കളുടെ സുഗന്ധം വഹിച്ചുള്ള കാറ്റ് അവിടെ വീശുന്നു. ആ സൂര്യനതാ, നമുക്ക് ശോഭയോടുകൂടെ നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കുന്നു. ഈ കാലങ്ങളിലെല്ലാം, ഓരോ കാലങ്ങൾ വരുമ്പോഴും എന്താണ്? മേഘങ്ങൾ നവാംബുഭിഹി വർഷന്തി, പുതിയ വെള്ളത്തുള്ളികളെ വർഷിക്കുന്നു. അതുപോലെ തന്നെ പുഷ്പഫലങ്ങളെ കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള ഋതുക്കള് തിരിച്ചു വരുന്നു. നമ്മുടെ ചുറ്റുമുള്ള ഈ സുന്ദരമായിട്ടുള്ള ഈ പ്രകൃതിയുടെ ഈ അവസ്ഥ, ഈ വിശ്വത്തിന്റെ അവസ്ഥ, അത് നിലനിർത്താനായി നമ്മൾ എന്നും സന്നദ്ധരാവണം എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ പാഠഭാഗം അവസാനിക്കുന്നത്. വളരെ മനോഹരമായ സുഗതകുമാരി ടീച്ചറുടെ കവിത എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. അതെ, നാളേക്ക് വേണ്ടി തൈ നട്ട് അതിനെ പരിപാലിച്ച് വളർത്തി നല്ലൊരു പ്രകൃതി നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾ അതിനു വേണ്ടി സജ്ജരാവുക. അതാവട്ടെ നിങ്ങളുടെ ജീവിതചര്യ. നമുക്ക് ഈ പാഠത്തിന്റെ പദച്ഛേദത്തിലേക്ക് കടക്കാം. മഹാചലാ ബഹവഃ, മഹാചലാഃ അധികം ബഹവഃ, മഹാചലാ ബഹവഃ. നദ്യസ്തിഷ്ഠന്ത്യസ്മിൻ, നദ്യഃ അധികം തിഷ്ഠന്തി അധികം അസ്മിൻ.
വർഷന്ത്യസ്മിൻ, വർഷന്തി അധികം അസ്മിൻ. നവാംബുഭിർമേഘാഃ, നവാംബുഭിഃ അധികം മേഘാഃ. കൂപതടാകലതാതരുവൃന്ദാന്യത്ര, കൂപതടാകലതാതരുവൃന്ദാനി അധികം അത്ര. സുമഗന്ധവഹോ വിഭാതി, സുമഗന്ധവഹഃ വിഭാതി. സുസ്ഥിതിരേവം, സുസ്ഥിതിഃ അധികം ഏവം. വിഗ്രഹഃ വിശാലസുന്ദരവിശ്വം, വിശാലം ച തത് സുന്ദരം ച വിശാലസുന്ദരം, താദൃശം വിശ്വം വിശാലസുന്ദരം വിശ്വം. സർവചരാചര നിവാസം, ചരാണാം അചരാണാം ച തേഷാം സമാഹാരഃ ചരാചരം. സർവം ച തത് ചരാചരം ച സർവചരാചരം, തേഷാം നിവാസം സർവചരാചര നിവാസം. അതുലം നാസ്തി തുലാ യസ്യ തം അതുലം. നയനാനന്ദകരം, നയനയോഃ ആനന്ദഃ നയനാനന്ദഃ. കരോതി ഇതി കരഃ, നയനാനന്ദസ്യ കരഃ തം നയനാനന്ദകരം. മഹാചലാഃ, മഹാന്തഃ ച അമി അചലാഃ ച മഹാചലാഃ. അരണ്യകേദാരോപവനാനി, അരണ്യം ച കേദാരഃ ച ഉപവനം ച അരണ്യകേദാരോപവനാനി. സുഖപ്രദാനി, സുഖം പ്രദദാതി ഇതി സുഖപ്രദാനി. ഖദ്യോതഃ, ഖം ദ്യോതയതി ഇതി ഖദ്യോതഃ. സുമഗന്ധവഹഃ, സുമാനാം ഗന്ധഃ സുമഗന്ധഃ, തസ്യ വഹഃ സുമഗന്ധവഹഃ. നവാംബുഭിഃ, നവം ച തത് അംബു ച നവാംബു, തൈഃ നവാംബുഭിഃ. പുഷ്പഫലാഢ്യാഃ, പുഷ്പാണി ച ഫലാനി ച പുഷ്പഫലാനി, തൈഃ ആഢ്യാഃ പുഷ്പഫലാഢ്യാഃ. ഇനി പഠന പ്രവർത്തനങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ബാലകവിതാം താളലയാനുസാരം ആലപതു, ഇതാണ് ഒന്നാമത്തെ പഠന പ്രവർത്തനം. പല പല രീതികളിൽ നമ്മൾ ഈ ബാലകവിതയെ ഒന്ന് ചൊല്ലി നോക്കുക. രണ്ടാമത്തെ പ്രവർത്തനം, ധാരാളം പുതിയ പദങ്ങൾ നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടാവും. അതുപോലെയുള്ള നൂതന പദാനി ചിത്വ അർത്ഥം ലിഖതു, നൂതന പദങ്ങൾ തിരഞ്ഞെടുത്ത് അതിൻ്റെ അർത്ഥം മലയാളത്തിലും സംസ്കൃതത്തിലുമായിട്ട് എഴുതാം. അടുത്ത പ്രവർത്തനം, ഉപസർഗയുക്തങ്ങളായിട്ടുള്ള പദങ്ങളെ ആ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് ഉപസർഗം എന്നുള്ളത് നമുക്ക് അത് മനസ്സിലാക്കണം. എന്താണ് ഉപസർഗം എന്നുള്ളത് 13ാമത്തെ പേജിൽ അധികവാചനാംശഃ എന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഉപസർഗഃ ദ്വാവിംശതി സംഖ്യകാഃ അദ്രവ്യവാചിനഃ പ്രാദയഃ ക്രിയായോഗേ ഉപസർഗാഃ ഇതി വ്യവഹ്രിയന്തെ. ദ്വാവിംശതി സംഖ്യകാഃ, ദ്വാവിംശതി എന്ന് പറഞ്ഞാൽ എത്രയാ? 22. 22 അദ്രവ്യവാചിനഃ, ദ്രവ്യവാചികൾ എന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥമുള്ള വാക്കുകൾ. അദ്രവ്യവാചികൾ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്നാൽ അർത്ഥം കിട്ടാത്ത വാക്കുകൾ. അങ്ങനെയുള്ള മുതലായിട്ടുള്ള 22 അദ്രവ്യവാചികൾ ക്രിയയോടുകൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതിനെയാണ് ഉപസർഗങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ 22 ഉപസർഗങ്ങൾ എന്നുള്ളത് നോക്കാം. മുതലായവ ഏതൊക്കെയാണെന്ന്. പ്ര, പര, അപ, സമ, അനു, അവ, നിസ്, നിര്, ദുസ്, ദുര്, വി, ആങ്, നി, അധി, അപി, അതി, സു, ഉദ്, അഭി, പ്രതി, പരി, ഉപ. ഇത്രയുമാണ് ഉപസർഗങ്ങളായിട്ട് പറയപ്പെടുന്നത്. അതിന് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്ലോകത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രവിപരാപസമന്വപനിർനിസോ ദുരതി ദുഷ്പ്രതിസൂദധി പര്യഭി
തദനുചാങ്ങഭിനി ഉപവിംശതി ദ്വിസഹിതേത്യുപസർഗസമാഹ്വയാഃ പ്രാ വി പരാ അപ സം അനു അവ നിര് നിസ് ദുര് അതി ദുസ് പ്രതി സു ഉത്ത് അധി പരി അഭി അനു ആങ് നി ഉപ. ഇത്രയുമാണ് 22 ഉപസർഗങ്ങൾ എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു. ഈ ഉപസർഗങ്ങൾ ഓരോ ക്രിയാപദങ്ങളോടും കൂടി ചേരുമ്പോൾ അവയ്ക്ക് അർത്ഥങ്ങൾ പല പല അർത്ഥങ്ങൾ വരികയാണ്. ഇപ്പോൾ പ്രാ അധികം ഹരതി പ്രഹരതി, ആ അധികം ഹരതി ആഹരതി. പ്രഹരതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രഹരതി എന്ന് പറയുമ്പോൾ അടിക്കുക ഇടിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ് അല്ലെ. അതിന്റെ ഒട്ടും അതിനോട് സാമ്യമില്ലാത്ത ഒരർത്ഥാണ് അടുത്തത് വരുന്നത്. ആ അധികം ഹരതി ആഹരതി. ആഹരതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്ഷണം കഴിക്കുക അല്ലെ, കഴിക്കുക എന്നുള്ളതാണ്. വിഹരതി, വി അധികം ഹരതി വിഹരതി. വിഹരതി എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. പരിഹരതി, പരി അധികം ഹരതി പരിഹരതി, പരിഹരിക്കുക, പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ പരിഹരിക്കുക. സം അധികം ഹരതി സംഹരതി, കൊല്ലുക അല്ലെങ്കിൽ വധിക്കുക എന്നൊക്കെ ഉള്ളതാണ് അർത്ഥം. ഉപ അധികം ഹരതി ഉപഹരതി, എന്തെങ്കിലും ഉപഹാരം കൊടുക്കുക, സമ്മാനം കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ് അർത്ഥം. ഇപ്പൊ നമുക്ക് തന്നെ ഏറ്റവും പരിചയമുള്ള ഒരു ക്രിയാപദമാണ് ഗച്ഛതി എന്നുള്ളത് അല്ലെ. ആ ഗച്ഛതി എന്നുള്ളതിന്റെ കൂടെ നമ്മളൊരു ആങ് ഉപസർഗം ചേർക്കുകയാണെങ്കിൽ എന്താ അർത്ഥം? എന്താ വരിക? ആങ് അധികം ഗച്ഛതി ആഗച്ഛതി എന്നാ വരിക. ഗച്ഛതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോകുന്നു എന്നാണ് അല്ലെ. അപ്പോ ആഗച്ഛതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? ആഗച്ഛതി വരുന്നു എന്നുള്ളതാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥമാണ് നമുക്ക്, വിപരീതമായിട്ടുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ പാഠഭാഗത്തിൽ നിങ്ങൾ പ്രത്യായാന്തി എന്നുള്ള ഒരു വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആയാന്തി എന്ന് പറഞ്ഞാൽ വരുന്നു എന്നാണ് അർത്ഥം. അതിനോടൊപ്പം പ്രതി എന്നുള്ള ഒരു ഉപസർഗം കൂടെ ചേർന്നപ്പോൾ തിരിച്ചു വരുന്നു എന്നുള്ള അർത്ഥത്തിലേക്ക് എത്തി. ഇതുപോലെയാണ് ഉള്ള ഉപസർഗങ്ങൾ ചേർന്നിട്ടുള്ള വാക്കുകൾ തിരഞ്ഞെടുത്ത് എഴുതാനുള്ളതാണ്. ആ പാഠഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനുള്ളതാണ് ഈ പഠന പ്രവർത്തനം. അതോടൊപ്പം ഒന്നുകൂടെ പറയുന്നുണ്ട്, അധികവാചനാംശത്തില് ഉപസർഗേണ ധാത്വർത്ഥോ ബലാദന്യത്ര നീയതേ പ്രഹാരാഹാര നീഹാര വിഹാര പരിഹാരവത്. ഉപസർഗത്തോട് ചേരുമ്പോൾ ധാതുക്കളുടെ അർത്ഥം ബലാദന്യത്ര നീയതേ, ബലാത്കാരമായിട്ട് അതിന്റെ അർത്ഥത്തെ വേറെ പലയിടത്തേക്കും പിടിച്ചുകൊണ്ട് പോവുകയാണ്. പ്രഹാരം, ആഹാരം, നീഹാരം, വിഹാരം, പരിഹാരം, ഇതൊക്കെ അതിനൊരു ഉദാഹരണമായിട്ട് പറയാം. പ്രഹാരം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടി, അടി എന്നൊക്കെ ഉള്ളത് അർത്ഥം. ആഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആഹാരം തന്നെ. നീഹാരം മഞ്ഞ് എന്നാണ് അർത്ഥം. വിഹാരം സഞ്ചരിക്കുക എന്നുള്ള അർത്ഥമാണ്. പരിഹാരം നിങ്ങൾക്ക് അറിയാവുന്ന അർത്ഥം തന്നെ, പരിഹാരം എന്നാണ്. അപ്പോൾ ഒരേ ക്രിയാപദത്തില് പല ഉപസർഗ പദങ്ങൾ ചേരുമ്പോൾ പല പല അർത്ഥങ്ങളിലേക്ക് മാറുന്നു. അങ്ങനെയുള്ള ഉപസർഗയുക്തങ്ങളായിട്ടുള്ള പദങ്ങളെ തിരഞ്ഞെടുത്ത് എഴുതുന്ന പ്രവർത്തനമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അടുത്തതായിട്ട് പ്രയോഗവിശേഷം ജ്ഞാത്വ ഉദാഹരണാനുസാരം വാക്യാനി ലിഖതു. ഒരു പ്രയോഗവിശേഷത്തെ പറ്റിയും കൂടെ അധികവാചനാംശത്തിൽ കൊടുത്തിട്ടുണ്ട്. പരിതഃ ഇതി പദസ്യ യോഗേ ദ്വിതീയാ വിഭക്തി പ്രയുജ്യതേ. പരിതഃ എന്ന പദം വരുമ്പോൾ ദ്വിതീയാ വിഭക്തി ഉപയോഗിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാമം പരിതഃ നദീ പ്രവഹതി. നമ്മള് ബാലഹ ബാലൗ ബാലാഹ, ഹേ ബാല ഹേ ബാലൗ ഹേ ബാലാഹ, ബാലം ബാലൗ ബാലാൻ അല്ലെ, ദ്വിതീയ വിഭക്തി നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേതാണ് ദ്വിതീയ വിഭക്തി വരുന്നത്? ഗ്രാമം. ഗ്രാമം പരിതഃ നദീ പ്രവഹതി. അവിടെ പരിതഃ വന്നതുകൊണ്ട് തൊട്ട് മുന്നിലുള്ളത്
ഗ്രാമം എന്ന് ദ്വിതീയ വിഭക്തിയിൽ പ്രയോഗിച്ചിരിക്കുന്നു. ചന്ദ്രം പരിതഃ മേഘാഃ ഗച്ഛന്തി. അധ്യാപകം പരിതഃ ഛാത്രാഃ തിഷ്ഠന്തി. ഇതുപോലെ പരിതഃ എന്ന പദം വരുമ്പോൾ നമ്മൾ അതോടൊപ്പം ദ്വിതീയ വിഭക്തി ഉപയോഗിക്കണം എന്നാണ് ഇവിടെ പ്രയോഗ വിശേഷം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കുറച്ച് ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വിദ്യാലയസ്യ പരിതഃ വൃക്ഷാഃ സന്തി. വിദ്യാലയസ്യ പരിതഃ, വിദ്യാലയസ്യ എന്ന് പറയുമ്പോൾ ഏതാ വിഭക്തി വരിക? ഷഷ്ടി വിഭക്തിയാണ് അല്ലെ. അപ്പോൾ പരിതഃ എന്ന് വരുമ്പോൾ നമുക്ക് അവിടെ ഷഷ്ടി വിഭക്തി അല്ല വേണ്ടത്, അവിടെ വേണ്ടത് ദ്വിതീയ വിഭക്തിയാണ്. വിദ്യാലയസ്യ എന്നതിന്റെ ദ്വിതീയ വിഭക്തി എന്താണ്? വിദ്യാലയം. വിദ്യാലയം പരിതഃ വൃക്ഷാഃ സന്തി. പുഷ്പസ്യ പരിതഃ ഭ്രമരാഃ സന്തി. പുഷ്പസ്യ എന്നതിന്റെ ദ്വിതീയ വിഭക്തി നിങ്ങൾ എഴുതാം. അതുപോലെ അടുത്തത് ഗൃഹസ്യ പരിതഃ പ്രാകാരാഃ സന്തി. ഗൃഹസ്യ എന്നതിന്റെ ദ്വിതീയ വിഭക്തി എന്താണ് എഴുതേണ്ടത്? എന്താണെന്ന് വെച്ചാൽ അത് എഴുതാം. ആരാധനാലയസ്യ പരിതഃ ഭക്താഃ സന്തി. ആരാധനാലയസ്യ എന്നതിന്റെ ദ്വിതീയ വിഭക്തിയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അടുത്ത പ്രവർത്തനം കവിതായാഹ ആശയം സൂചനാനുസാരം ലഘു ഉപന്യാസ രൂപേണ പരിവർത്തിയ ലിഖതു. കവിതയുടെ ആശയം, നമ്മളിപ്പോൾ കവിത നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ ആശയം വെച്ചിട്ട് കുറച്ച് സൂചനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സൂചനകൾക്കനുസരിച്ച് ഒരു ചെറിയ ഉപന്യാസം എഴുതുക എന്നാണ്. ഉപന്യാസ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, കവിതയായിട്ടല്ല, ഉപന്യാസമായിട്ട്. സൂചന ഇതാണ്: പ്രപഞ്ചം, പഞ്ചഭൂതാനി, പരിതഃസ്ഥിതേഃ സംരക്ഷണം, അന്തരീക്ഷ മലിനീകരണം, പർവ്വത ഖനനം. പ്രപഞ്ചം, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെ. ആ പ്രകൃതിയുടെ ആ സൗന്ദര്യവും കാര്യങ്ങളും ഒക്കെ ആദ്യം പറയാം. ഈ പ്രകൃതി എന്തിൽ അധിഷ്ഠിതമാണ്? പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ്. ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങള്? പൃഥ്വി, അപ്, തേജോ, വായു, ആകാശം അല്ലെ. ഈ 5 ഭൂതങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് പ്രകൃതി. അപ്പോൾ അതിനെ കുറിച്ച് പറയുക. അതിനുശേഷം ഈ പരിതസ്ഥിതിയുടെ സംരക്ഷണം, അതിന്റെ ആവശ്യകത എന്താണ്, എങ്ങനെയാണ് അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. ഇന്നത്തെ അന്തരീക്ഷ മലിനീകരണം, ആ പ്രകൃതി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അന്തരീക്ഷ മലിനീകരണം, ഈ വാഹനങ്ങളുടെ പുകയാവട്ടെ, ഫാക്ടറികളിൽ നിന്നുള്ള പുകയാവട്ടെ, അങ്ങനെ അന്തരീക്ഷം നിരന്തരം മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി എഴുതുക. അതുപോലെ പർവ്വത ഖനനം, കോറികൾക്ക് വേണ്ടിയൊക്കെ ഈ മലകളൊക്കെ ഇടിച്ചു നിരത്തുകയാണ് അല്ലെ, കല്ലുകൾ എടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് എല്ലാം ചേർത്ത് ഈ സൂചനകളെല്ലാം വെച്ചിട്ട് നിങ്ങളുടെ ഒരു രീതിയിൽ നിങ്ങളൊരു ഉപന്യാസം തയ്യാറാക്കുക. സഹായം ആവശ്യമുണ്ടെങ്കിൽ അധ്യാപികയോട് ചോദിക്കുക. അടുത്തത് സമാനാശയയുക്താനാം ബാലകവിതാനാം സംപുടം രചയതു. ഇതേ ആശയം വരുന്ന ബാലകവിതകൾ നിങ്ങൾ കണ്ടെത്തി അവയുടെ ഒരു സംപുടം ഉണ്ടാക്കുക. അടുത്ത പ്രവർത്തനം പ്രകൃതി ദൃശ്യം വിലേഖ്യ വർണ്ണലേപനം കരോതു. ഒരു നിങ്ങളുടെ മനസ്സിലുള്ള പ്രകൃതി, നമ്മളിപ്പോൾ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞു, എങ്ങനെയാണ് പ്രകൃതി ഉണ്ടാവുക, എങ്ങനെയാണ് ഈ ലോകം ഉണ്ടാവുക, വളരെ മനോഹരമായിട്ടുള്ള കണ്ണിന് ആനന്ദം നൽകുന്ന പ്രകൃതിയെ പറ്റിയും ലോകത്തെ പറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണ് പ്രകൃതി ഉള്ളത് എന്നുള്ളതൊന്ന് ചിത്രം വരച്ച് അതിന് കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കുക. അതാണ് ഈ പാഠത്തിലെ അവസാനത്തെ പ്രവർത്തനം. അപ്പൊ നമ്മൾ വളരെ ഭംഗിയുള്ള ലോകത്തെ കണ്ടു, വളരെ ഭംഗിയുള്ള പ്രകൃതിയെ കണ്ടു, ആസ്വദിച്ചു, അവയെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് മനസ്സിലാക്കി. ആ പാഠത്തിൽ അവസാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഈ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് അതിന് കേടുപാടൊന്നും കൂടാതെ അത് സംരക്ഷിക്കാനായി നമ്മൾ സന്നദ്ധരാവണമെന്ന് പറയുന്നുണ്ട്. വയം തു തേഷാം പാലന വിഷയേ സന്നദ്ധാസ്യാമ. വന്ദേ സംസ്കൃതമാതരം.